ഇന്നൊരു കള്ള ലീവ് എടുത്ത ദിവസം റൂമിൽ കടന്നുറങ്ങിയ ആ ദിവസം സൗപാദിക്കാക്ക് വിളിച്ചാണ്ട് ചോദിച്ചു എന്താ പരിപാടി, ഇങ്ങോട്ട് വാ നമുക്ക് ഉച്ചക്ക് പോയാണ്ട് നല്ല ഭക്ഷണം കഴിക്കാം. അല്ലവീർ മാർക്കറ്റിൽ തന്നെ അല്ല ഗസൽ അൽമദീന റെസ്റ്റോറന്റിലേക്കാണ് എന്നെയും കൂട്ടിയാണ് മൂപ്പര് പോയത്. ഇവിടെ വന്നതിന് ശേഷം ചോറും സാമ്പാറും മീൻകറി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ അതെല്ലാം ഉണ്ട്. ആ വായന്റെ ഇല കൊടുന്നാണ്ട് വിരിക്കുമ്പോ തന്നെ ആ ഫീല് നമുക്കാണ് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ നാട്ടിലത്തെ ഭക്ഷണം കഴിക്കാൻ അപ്പൊ നാട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണെങ്കിൽ ഒരു 8-10 ഐറ്റംസ് സാധനങ്ങളുണ്ട്. ആ സൈഡിൽ കൂടെ വെച്ച് തിന്നാൽ തന്നെ വയറ് ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇങ്ങനെ തീറ്റ തുടങ്ങി. പടച്ചോനെ ഇതൊക്കെ തിന്നാണ്ട് തന്നെ തീർക്കണല്ലോ. ഫിഷ് ഫ്രൈ പിന്നെ പറയാതിരിക്കാൻ പറ്റൂല. ഇത് ഫ്രൈ ആക്കിയതിനു ശേഷം അതിലെന്തോ മസാലയൊക്കെ ആക്കുന്നുണ്ട്. ആ ഫിഷിന്റെ ആ മസാലന്റെ ഒക്കെ പാടെ ടേസ്റ്റ് ആയിട്ട് കിടിലട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം 10 ദിർഹംസിന് നമ്മളെ വയറും നിറയും മനസ്സും നിറയും. ഇടക്കിടക്ക് ഇവിടെ വന്നാണ്ട് കഴിക്കണം. റൂം പോയിട്ട് കുറച്ചേരം ഉറങ്ങിയാണ്ട് പിന്നെ രാത്രി ആയപ്പോ വീണ്ടും പുറത്തിറങ്ങി നേരെ ശോഭാദിക്ക് വർക്ക് ചെയ്യണോടത്ത്. ഇവിടെ ആണെങ്കിൽ ലോകത്തിലെ ഒരുവിധം ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവിടുന്ന് ഇറങ്ങിയാണ്ട് രാത്രി ഭക്ഷണം കഴിക്കാനും നമ്മള് ഗസൽക്ക് തന്നെ വന്നു. രാവിലെ കണ്ട സ്ഥലം തന്നെ അല്ല രാത്രി കാണുമ്പോ. രാത്രിയാണ് ശരിക്കും ഇവിടെ വൈബ് ഓണാണ്. രാത്രി ഇല്ല മെനു അടിപൊളിയാട്ടോ. ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ ഒരു ഐറ്റംസ് ആണ് മട്ടൻ കറിയും ഇഡ്ഡലിയും. ഇതാണെങ്കിൽ ആസിഫ് അലി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് കത്തി നിൽക്കുന്ന സാധനമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ട്രെൻഡിനനുസരിച്ചാണ്ടുള്ള ഭക്ഷണം നമുക്ക് ഇവിടെ കിട്ടും. UAE പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഇവിടെ തേടി വരുന്നു. മെയിൻ ആയിട്ട് ഈ ഫാമിലീസ് ഫ്രണ്ട്സ് ഇങ്ങനെ ഗ്യാങ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. മെയിൻ ആയിട്ട് ഭക്ഷണത്തിന്റെ ടേസ്റ്റ്, അതിലുപരി ഇവിടുത്തെ ഒരു ആംബിയൻസും പിന്നെ സർവീസ് അതും കിടിലൻ. എല്ലാം കിടിലനാവുമ്പോ എല്ലാരും വരുമല്ലോ അല്ലെ. ദുബായ് ടു ലണ്ടൻ ബൈ റോഡ് പോകുന്ന വണ്ടിയാട്ടത്. എല്ലാവിധ ആശംസകളും. അപ്പൊ ഇതും ശുഭം.